ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ബയൺ മ്യൂണിക്കിൻ്റെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ജെ ലീഗിൻ്റെ 2 പ്ലെയറിനെ വെച്ചൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. വേറെ നമുക്ക് എന്തൊക്കെ വന്നു എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ 125ാമത്തെ ആനിവേഴ്സറി ക്യാമ്പയിനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ആനിവേഴ്സറി ക്യാമ്പയിൻ്റെ കാര്യം പറയാം ഗൈസ്. ഭയങ്കര ബോറായിട്ടാണ് ഗൈസ് അവർ ഈ ആനിവേഴ്സറി ക്യാമ്പയിൻ നടത്തുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, കുറേ ബാഡ്ജുണ്ട്, പിന്നെ 2 കിറ്റ്. AC മിലാൻ്റെ ആനിവേഴ്സറി ക്യാമ്പയിൻ നടത്തിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവന്മാർ നടത്തിയേക്കണത്. ഇതൊക്കെ നമുക്ക് കുറച്ച് കോയിൻ കിട്ടിയവർക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഗീസ്. ഇതിപ്പോൾ അതൊന്നുമില്ല ഗീസ്. കുറേ എന്തോ ബാഡ്ജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തിനാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ഒരു 1500 പോയിൻ്റ് ഒരു പാക്ക് നടക്കുന്നുണ്ട് ഗീസ്. അപ്പോൾ നമ്മുടെ വിൻസെൻ്റ് കമ്പനി എന്ന് പറഞ്ഞ മാനേജറൊക്കെ നടപ്പുണ്ട്. പൊസിഷൻ മാത്രമേ ഉള്ളൂ ഗീസ്. ഈ മാനേജറിന് ഡബിൾ ബൂസ്റ്ററാണ്. അപ്പോൾ എന്തായാലും എടുക്കുന്നവരൊക്കെ എന്തായാലും എടുക്കുക ഗീസ്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ വേറെ നമ്മുടെ മെയിനായിട്ടുള്ള പാക്കിലേക്ക് പോകാം. മെയിനായിട്ടുള്ള പാക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കേസ് നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ ഞാൻ പറഞ്ഞത് തന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ഒരു എപ്പിക്കിൻ്റെ പാക്കും നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജെ ലീഗിൻ്റെ പാക്കും. ബയൺ മ്യൂണിക്കിൻ്റെ പാക്കിൽ നമ്മുടെ ലാമുണ്ട് കേസ്, ഫിലിപ്പ് ലാമുണ്ട്. ഫിലിപ്പ് ലാം പക്ഷേ DMF ആയിട്ടാണ് ഈ വന്നേക്കണേ. പിന്നെ നമ്മുടെ എൽബറുണ്ട്, പിന്നെ വാൻ ബ്യൂട്ടൻ ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും കോയിനുള്ളവരൊക്കെ എന്തായാലും കറക്ക് കേസ്. പിന്നെ ജെ ലീഗിൻ്റെ പാക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് 2 എപ്പിക്കിനെ വരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. 100 പ്ലേസാണ് ഗൈസ് അതിനകത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെയാണ് ഗൈസ്. നമ്മുടെ വ്ലാഹോവിക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്ലാഹോവിക് ഗോൾ പോച്ചറാണ് ഗൈസ്, ഗോൾ പോച്ചറാണ്. പിന്നെ നമ്മുടെ ലുക്മാൻ ഉണ്ട്. പിന്നെ നിക്കോ വില്യംസ് ഉണ്ട് ഗൈസ്. പിന്നെ മോൺട്രിച്ചിൻ്റെ ഒരു DMF കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ UCLൻ്റെ പ്ലെയർ ഓഫ് ദി വീക്ക് അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ എംബാപ്പയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എംബാപ്പ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോക്കു എന്ന് പറഞ്ഞാൽ CMF പ്ലെയർ നടക്കുന്നുണ്ട്. പിന്നെ അൽഫോൺസോ ഡേവിസ് ഉണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഗൈസ്. എംബാപ്പ ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എംബാപ്പ ഡീപ്പ് ലൈൻ ഫോർവേഡാണ്. പിന്നെ വേറെ പാക്കൊന്നും വന്നിട്ടില്ല ഗൈസ്. എല്ലാം നേരത്തെ ഉണ്ടായിരുന്ന പാക്ക് തന്നെയാണ് ഗൈസ്. മാച്ചിലേക്ക് പോകാം എന്തായാലും ഗൈസ്. മാച്ചിൽ നമ്മുടെ മറ്റേ സ്ട്രൈക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ അതവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഒരു കാര്യമില്ല ഗൈസ്. കാരണം അതിനകത്ത് നിന്ന് നമുക്ക് നേരത്തെ 100 കോയിൻ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം അതിനകത്ത് 100 കോയിൻ ഇല്ല ഗൈസ്. ഞാൻ അത് നോക്കി, 100 കോയിൻ അതിനകത്ത് അവന്മാർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഭയങ്കര ചതിയായിപ്പോയി. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടണമെങ്കിൽ ഞാൻ 2 മാച്ച് കളിച്ചാൽ മതി ഗൈസ്. അത് എന്തായാലും കിട്ടുന്നതായിരിക്കും. അത് ഭയങ്കര ചതിയായിപ്പോയി ഗൈസ്. ആ 100 കോയിൻ അവന്മാർ എന്തായാലും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇനി ആരും അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോണില്ല ഗൈസ്. കാരണം ആ കോയിനുള്ളതുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്തായാലും അത് ഉണ്ടാവില്ല ഗൈസ്. കാരണം ആ കോയിൻ ഇല്ല അതിനകത്ത്. 100 കോയിൻ ഇല്ല ഗൈസ്. ഞാൻ നോക്കി അതിനകത്ത് 100 കോയിൻ ഇല്ല. പിന്നെ നമ്മുടെ കോയിനിൻ്റെ നടക്കുന്നത് ഇതിനകത്താണ് ഗൈസ്. 50 ക്ലബ് കോയിൻ എന്തായാലും കിട്ടും. അതെന്തായാലും കളിച്ചെടുക്കുക ഗൈസ്. അപ്പോൾ നെയ്മറിൻ്റെ പാക്കൊക്കെ ഇറക്കി ഞാൻ ഇടപെടെല്ലാം മൂഞ്ചി തെറ്റിയിരിക്കുകയാണ്. എത്ര 800 കോയിൻ ഉണ്ടായിരുന്നു ഗൈസ്. 800 കോയിൻ ഞാൻ കറക്കി കളഞ്ഞു ഒരു കാരണമില്ലാതെ. എപ്പിക്ക് അടിക്കുന്നുള്ളൊരു വിശ്വാസത്തിൽ കറക്കിയതാണ് ഗൈസ്. പക്ഷേ എപ്പിക്ക് പോയിട്ട് ഒന്നും തന്നെ അടിച്ചില്ല ഗൈസ്. 2 ഹൈലൈറ്റിനെ അവന്മാർ തന്നു, അതും ഏറ്റവും അടിയിൽ കിടന്ന ഹൈലൈറ്റിനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിനി എന്തായാലും കോയിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കാണ് ഗൈസ്. അപ്പോൾ കളിച്ചെന്തായാലും നമ്മൾ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നും കാര്യങ്ങളും നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ടാർഗറ്റ് കിട്ടുമല്ലോ എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ ടാർഗറ്റൊക്കെ ഞാൻ എന്തായാലും പറയാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർ മാക്സിമം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എന്തായാലും എംബാപ്പയുടെ ബാക്കി തന്നെ ഇറക്കാം ഗൈസ്. ഇതിനകത്ത് എനിക്ക് എംബാപ്പനെ വേണമെന്നില്ല ഗൈസ്. കാരണം എംബാപ്പ ഗോൾ പോച്ചർ കാർഡല്ല, ഡീപ്പ് ലൈൻ ഫോർവേഡായിട്ടാണ് വന്നേക്കണത്. പിന്നെ എൻ്റെ ഒരു എംബാപ്പ ഓൾറെഡി ഉണ്ട് ഗൈസ്. എൻ്റെ ഒരു എംബാപ്പ ഉണ്ട്, അതുകൊണ്ട് വേണ്ട. പിന്നെ അൽഫോൺസോ ഡേവിസിൻ്റെ ഒരു കാർഡും എൻ്റെ ഉണ്ട്, അതുകൊണ്ട് 2 എനിക്ക് വേണ്ട ഗൈസ്.
പിന്നെ എൻ്റെ ഒരു ടാർഗറ്റ് ഈ സെൻറ്റർ ബാക്കാണ്. ഈ സെൻറ്റർ ബാക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരുന്നു. ആ സെൻറ്റർ ബാക്കാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് കോക്കു ആണ് ഗീസ്, ഹോൾ പ്ലെയർ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഗീസ് എൻ്റെ ടാർഗറ്റ്. മറ്റേ സെൻറ്റർ ബാക്കിൻ്റെ പേരെന്താ, മാലിക്കോ അങ്ങനെ എന്തോ ആണ് ഗീസ്, അവൻ്റെ പേര് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കിട്ടുമല്ലോ എന്ന് നമുക്ക് നോക്കാം ഗീസ്. ഹെർ വി ഗോ. അപ്പോൾ എംബാപ്പനെ എനിക്ക് വേണമെന്നില്ല കൊനാമി, മിക്കവാറും എനിക്ക് എംബാപ്പനെ തന്നെ അവന്മാർ എടുത്ത് തരും ഗീസ്. അതാണ് കളി. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫ്രീ സ്പിൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗെയ്സ്. ടാർഗറ്റിന് അടിച്ചോ ഇല്ലെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഗെയ്സ്. ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗെയ്സ്. നോക്കാം എന്തായാലും ആരാണ് ഗെയ്സ്. ഇറ്റാലി ലീഗാണ് ഗെയ്സ്, നമ്പർ 28 ഗെയ്സ്. നമ്മുടെ ടാർഗറ്റ് പ്ലെയർ ആണ് ഗെയ്സ്. നമുക്ക് എന്തായാലും ടാർഗറ്റിനൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ ഭാഗ്യം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാലിക്കിനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും സംഭവം സെറ്റാണ്. നമുക്ക് എന്തായാലും ടാർഗറ്റിനെ തന്നെ അടിച്ചിട്ടുണ്ട് ഗെയ്സ്. പ്രതീക്ഷിച്ചില്ല, അവനെ തന്നെ തരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഗെയ്സ്. എന്തായാലും കൊള്ളാം, സാധനം കിട്ടി. നമുക്കിനി അടുത്ത ഫ്രീ സ്പിൻ എടുക്കണം. അടുത്ത ഫ്രീ സ്പിന്നിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് എന്തായാലും വ്ളാഹോവിക്കാണ് ഗെയ്സ്. വ്ളാഹോവിക്കാണ് എൻ്റെ ഒരു ടാർഗറ്റ്. പിന്നെ അടുത്തൊരു ടാർഗറ്റ് നിക്കോ വില്യംസ് ആണ്. നിക്കോ വില്യംസ് ബൂസ്റ്ററായിട്ടാണ് ഗെയ്സ് വന്നേക്കണേ. പിന്നെ ഒരാൾ ലുക്മാനാണ് ഗെയ്സ്, ഹോൾ പ്ലെയർ ആണ്. അപ്പോൾ ഇവർ 3 പേരാണ് ഗെയ്സ് എൻ്റെ ടാർഗറ്റ്. അടുപ്പിച്ചും കിടക്കണം 3 പേരാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ മോൺട്രിച്ചിന് വേണമെന്നില്ല, മോൺട്രിച്ചിൻ്റെ ഒരു 2 നല്ല കാർഡ് എൻ്റെ ഉണ്ട്. അപ്പോൾ നിക്കോ വില്യംസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇവൻ വ്ളാഹോവിക്ക് അല്ലെങ്കിൽ ലുക്മാൻ, ഇവർ 3 പേരാണ് ഗെയ്സ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റിന് അടിക്കുമല്ലോ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഹെർവിഗോ ആരാന്ന് നോക്കാം എന്തായാലും. ഓക്കെ, കറങ്ങി വരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഉള്ളിൽ പച്ച കളറുണ്ട്, പുറമെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് ഗെയ്സ്. ആരാ നോക്കാം എന്തായാലും. ഓക്കെ ഗെയ്സ്, ഇറ്റാലി ലീഗാണ് ഗെയ്സ്, നമ്പർ 9 വ്ളാഹോവിക്കാണ് ഗെയ്സ്. അപ്പോൾ ഇതിനകത്തും ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ബാക്കിൽ നിന്ന് നമ്മുടെ 2 ടാർഗറ്റ് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നെയ്മറിൻ്റെ ബാക്കിൽ തന്നെ വലിപ്പിച്ചുകൊണ്ടായിരിക്കും എനിക്ക് നല്ല പ്ലേയേഴ്സിനെ തരുന്നത്, പ്ലെയർ ഓഫ് ദി വീക്കിലെങ്കിലും. എന്തായാലും കൊള്ളാം കൊനാമി. എന്തായാലും നമ്മുടെ 2 ടാർഗറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.